സദ്ഗുരുപ്രഭുപാദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ. നമ്മളെ ഭഗവത്ഗീത യഥാരൂപത്തിന്റെ 18ാമത്തെ അധ്യായം, സന്യാസത്തിന്റെ പരിപൂർണത, അവസാനത്തെ ഭാഗമാണ് വായിക്കുന്നത്. നമ്മൾ ചർച്ച ചെയ്യുന്നത് ഭഗവത്ഗീത യഥാരൂപം ഇസ്കോൺ സ്ഥാപകാചാര്യൻ കൃഷ്ണകൃപാമൂർത്തി AC ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദർ വിവർത്തനം ഭാവാർത്ഥം നൽകിയിട്ടുള്ള ഭഗവത്ഗീത യഥാരൂപത്തിന്റെ ഭാവാർത്ഥവും വിവർത്തനവുമാണ് നമ്മൾ വായിച്ച് ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ 18ാമത്തെ അധ്യായത്തിന്റെ 76ാമത്തെ ശ്ലോകം വരെ നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചിട്ടുണ്ടായിരുന്നു. ഭഗവത്ഗീത സംഭാഷണം, ഭഗവാനും അർജുനനും തമ്മിലുള്ള സംഭാഷണം അവസാനിച്ചു. ഭഗവാൻ ഏറ്റവും രഹസ്യമായിട്ടുള്ള നിർദ്ദേശമെല്ലാം അർജുനന് നൽകി. അവസാനത്തെ ഭാഗത്താണ് ഏറ്റവും രഹസ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഭഗവാൻ നൽകിയിട്ടുണ്ടായിരുന്നത്. ഭഗവാന്റെ ഭക്തനാകുന്നതിനും ഭഗവാനെ നിരന്തരം സ്മരിക്കുന്നതിനും ഭഗവാനെ ആരാധിക്കുന്നതിനും വേണ്ടി ഭഗവാൻ നിർദ്ദേശിച്ചു. അങ്ങനെ ചെയ്തു പോരുകയാണെങ്കിൽ ഭഗവാന്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു പോകാനും സാധിക്കും എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 65ാമത്തെ ശ്ലോകത്തിൽ മന്മനാഭവ മദ്ഭക്തോ മദ്യാജി മാം നമസ്കുരു മാമേ വേഷസി സത്യം ദേ പ്രതിജാനെ പ്രിയോസിമേ. ഏറ്റവും രഹസ്യമായിട്ടുള്ള നിർദ്ദേശം, ഏറ്റവും ഉത്തമമായിട്ടുള്ള നിർദ്ദേശം എല്ലാ ജീവാത്മാക്കളോടും ഭഗവാന്റെ ഭക്തരാകുന്നതിനും ഭഗവാനെ ശരണം പ്രാപിക്കുന്നതിനുമുള്ള നിർദ്ദേശമാണ്. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുച. ഇതാണ് ഭഗവത്ഗീതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ഉത്തമമായിട്ടുള്ള നിർദ്ദേശം. അപ്പോൾ ഈ ഭൗതിക ലോകത്തിൽ ഭഗവാൻ വരുന്നത് ഭഗവാനെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്നതിനും ഭഗവത് ധർമ്മത്തിലേക്ക് ജീവാത്മാക്കളെ ക്ഷണിക്കുന്നതിനും വേണ്ടിയാണ്. ഭഗവാനെ മറന്ന് ഈ ഭൗതിക ലോകത്തിൽ കഷ്ടപ്പെടുന്ന ജീവാത്മാക്കളോടുള്ള കാരുണ്യം കൊണ്ടാണ് ഭഗവാൻ ഇവിടെ അവതരിക്കുന്നത് എന്ന് നേരത്തെ തന്നെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെ? പരിത്രാണായ സാധുന വിനാശായ ച ദുഷ്കൃത ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. എന്താണ് ധർമ്മം? ഭഗവാനെ സേവിക്കുക എന്നുള്ളതാണ് യഥാർത്ഥ ധർമ്മം. അത് മറന്ന് ഈ ഭൗതിക ലോകത്തിൽ ഇന്ദ്രിയ തൃപ്തി ചെയ്ത് ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ച്, ഒരുപാട് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ച്, പ്രകൃതിയുടെ പ്രഹരം വീണ്ടും വീണ്ടും ഏറ്റുവാങ്ങി അങ്ങനെ അലയുന്ന ജീവാത്മാക്കൾക്ക് വേണ്ടിയാണ് ഭഗവാൻ അവതരിക്കുന്നത്. ഈ ഭൗതിക പ്രകൃതിയിൽ വന്നു കഴിഞ്ഞാൽ ജീവാത്മാവിന് ജീവൻ ഒരിക്കലും സമാധാനം ലഭിക്കുകയില്ല, സന്തോഷം ലഭിക്കുകയില്ല എന്ന് ഭഗവാൻ അറിയാം, അല്ലെ? ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, ഈശ്വര സർവഭൂതാനം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി രാമയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായയാണ്. ഇവിടെ മായയിൽപ്പെട്ട് എല്ലാവരും യന്ത്രത്തിൽ എന്ന പോലെ കിടന്ന് വട്ടം തിരികെയാണ്. പ്രകൃതി സ്ഥാനി കർഷതി, പ്രകൃതി ഇവിടെ ജീവാത്മാവിനെ ബുദ്ധിമുട്ടിക്കുകയാണ്. അതുകൊണ്ടാണ് ഭഗവാൻ ഇവിടേക്ക് അവതരിക്കുന്നത്. ഭഗവാൻ യഥാർത്ഥത്തിൽ അവതരിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ഇതും ഭഗവാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് 4ാമത്തെ അധ്യായത്തിൽ. എനിക്ക് അവതരിക്കേണ്ട യാതൊരു ആവശ്യമില്ല. അജോബിസൻ അഭയാത്മാ, ഞാൻ ഒരിക്കലും ജനിക്കേണ്ടാത്തവനാണ്. പക്ഷേ സംഭവാമി ആത്മമായ, ഞാൻ എൻ്റെ കാരുണ്യം കൊണ്ട്, ജീവാത്മാക്കളോടുള്ള കാരുണ്യം കൊണ്ടാണ് അവതരിക്കുന്നത്. അവർ ഭഗവാനെ മറന്നുപോയത് കൊണ്ടാണ് എല്ലാ ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നത്.
ഭഗവാനെ കുറിച്ചുള്ള ഓർമ്മ കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ എല്ലാവിധ ദുരിതങ്ങളും ഇല്ലാതാകും. അവരുടെ വലിയ ഉത്കണ്ഠ ഇല്ലാതാകും. എന്താണ് ഉത്കണ്ഠ? എന്നെ രക്ഷിക്കാൻ ആരുമില്ല, അല്ലെ? എന്നെ രക്ഷിക്കാൻ ആരുമില്ല എന്നുള്ളതാണ് ഉത്കണ്ഠ. ഞാൻ മരിച്ചു പോകും, ഞാൻ ഇല്ലാതായി പോകും എന്നുള്ളതാണ് ഉത്കണ്ഠ. ഈ രണ്ട് ഉത്കണ്ഠകളും ഭഗവാൻ ഇല്ലാതാക്കുന്നുണ്ട് ഭഗവത്ഗീത ഉപദേശത്തിലൂടെ. ഞാൻ ഇല്ലാതാകും, ഞാൻ മരിച്ചു പോകും എന്നുള്ള ഉത്കണ്ഠയ്ക്ക് ഭഗവാൻ പറയുന്നു ശരീരം മാത്രമേ മരിച്ചു പോകുന്നുള്ളൂ, ജീവൻ ഒരിക്കലും മരിച്ചു പോകുന്നില്ല. അതാണ് ആദ്യം ഭഗവാൻ അർജുന് പറഞ്ഞു കൊടുത്തത്. നത്വേവാഹം ജാതുനാസം നത്വം നേമേ ജനാധിപ നൈവ ന ഭവിഷ്യാമ സർവേ വയമതപരം. നീയും ഞാനും ഈ കാണുന്ന രാജാക്കന്മാരും എല്ലാവരും എല്ലാ സമയത്തും ജീവിച്ചിരിക്കും. ഒരിക്കലും നമ്മൾ മരിച്ചു പോകുന്നില്ല. നമ്മളെല്ലാവരും എല്ലാ കാലത്തും ഉള്ളവർ തന്നെയാണ്. ശരീരം മാത്രമാണ് ഇല്ലാതാകുന്നത്. അന്തവന്ത ഇമേദേഹ നിത്യസ്യോക്ത ശരീരം. ശരീരം മാത്രം ഇല്ലാതാകുന്നു. ആ ശരീരത്തിനകത്തുള്ള ജീവൻ നിത്യനാണ്, ഒരിക്കലും മരിക്കാത്തതാണ്. എത്ര ശരീരം നശിച്ചു കഴിഞ്ഞാലും, ശരീരം മാറി മാറി സ്വീകരിച്ചാലും ജീവനൊന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു കാര്യം ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ ജീവന് പിന്നെ എന്തിനെ കുറിച്ച് ഭയക്കേണ്ട ആവശ്യമില്ല, മരണത്തിനെ കുറിച്ച് ഭയക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഇല്ലാതാകും എന്നുള്ള ഭയത്തിന് ആവശ്യമില്ല എന്നാണ് പറയുന്നത്. നത്വം ശോചിതും അർഹതി, അല്ലെ? ഈ ജീവനെ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അവ്യയാത്മാ, ഇതൊരിക്കലും നശിക്കാത്തതാണ്. നത്വം ശോചിതും അർഹസി, നീ ആ ജീവൻ ഇല്ലാതാകുമെന്ന് വിചാരിച്ചൊരിക്കലും ദുഃഖിക്കേണ്ട ആവശ്യമില്ല. പിന്നീട് മറ്റൊരു ദുഃഖം എന്താണ്? മറ്റൊരു ഭയം എന്താണ്? മറ്റൊരു ഉത്കണ്ഠ എന്താണ്? എന്നെ സംരക്ഷിക്കാൻ ആരുമില്ല, എന്നെ രക്ഷിക്കാൻ ആരുമില്ല എന്നുള്ളതാണ് മറ്റൊരു ഉത്കണ്ഠ. ഭഗവാൻ പറയുന്നു നിന്നെ രക്ഷിക്കാൻ ഞാനുണ്ട്, അല്ലെ? അഹം ത്വാം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുച, ദുഃഖിക്കേണ്ട ആവശ്യമില്ല. ഞാൻ നിങ്ങളെ എല്ലാവിധ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കാം. ഭഗവാന് ശരണം പ്രാപിച്ചാൽ മാത്രം മതി. മച്ചിത്ത സർവദുർഗാണി മത് പ്രസാദാത് തരിഷ്യസി. എന്നെ നിരന്തരം സ്മരിച്ചു കഴിഞ്ഞാൽ എന്റെ അനുഗ്രഹം കൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാവിധ ദുഃഖങ്ങളും ഇല്ലാതാകും എന്ന് ഭഗവാൻ പറയും. അപ്പോൾ എനിക്ക് ആരുമില്ല, എന്നെ രക്ഷിക്കാൻ ആരുമില്ല എന്നും പറഞ്ഞ് ഉത്കണ്ഠപ്പെടേണ്ട ആവശ്യമില്ല. ഭഗവാൻ തന്നെ, ഭഗവാനെ ശരണം പ്രാപിച്ച ഭക്തന്മാരുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളും. എല്ലാവരും ഭഗവാന്റെ ഭക്തന്മാരാകണമെന്നാണ് ഭഗവാൻ ആഗ്രഹിക്കുന്നത്. എല്ലാ ജീവാത്മാക്കളും ഭഗവാനെ ആശ്രയിക്കണം. എല്ലാവരും ഭഗവാനെ ആശ്രയിച്ച് ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകണമെന്നാണ് യഥാർത്ഥത്തിൽ ഭഗവാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് മനാഭവം മത്ഭക്തോ എന്നുള്ള നിർദ്ദേശം എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. എല്ലാവരും ഭഗവാൻ ശരണം പ്രാപിക്കുക, എല്ലാവരും ഭഗവാന്റെ ഭക്തന്മാരാവുക. അങ്ങനെയാണെങ്കിൽ മാമേവേശസി, എല്ലാവർക്കും ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകാം. അതാണ് ഭഗവാൻ യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇവിടെ വീണ്ടും വീണ്ടും ജനിച്ചു മരിക്കാൻ തന്നെയാണ് ആസുരിക ചിന്താഗതിയുള്ള ആളുകൾ വിചാരിക്കുന്നത്. അവരൊരിക്കലും ഭഗവാനെ ശരണം പ്രാപിക്കാൻ തയ്യാറാകുന്നില്ല. എത്ര ദുഃഖങ്ങൾ വന്നു കഴിഞ്ഞാലും, എത്ര ദുരിതങ്ങൾ അനുഭവിച്ചാലും അവരൊരിക്കലും ഭഗവാനെ ശരണം പ്രാപിക്കില്ല. ആ ദുരിതങ്ങളെ മറികടക്കാൻ അവർ വേറെന്തെങ്കിലും വഴിയാണ് അന്വേഷിക്കുന്നത്. ഒരുപാട് പണമുണ്ടെങ്കിൽ എൻ്റെ ദുരിതങ്ങളൊക്കെ മാറും, ഒരുപാട് സമ്പത്തുണ്ടെങ്കിൽ, ഒരുപാട് ഉയർന്ന സ്ഥാനം എനിക്ക് സമൂഹത്തിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സമൂഹത്തിലെ വലിയ വലിയ ഉന്നതരുമായിട്ട് എനിക്ക് ബന്ധമുണ്ടെങ്കിൽ എൻ്റെ പ്രശ്നമൊക്കെ പരിഹരിക്കപ്പെടും, എൻ്റെ പ്രശ്നങ്ങൾ മാറും എന്ന് വിചാരിച്ച് അവര് ഭഗവാനെ ഗൗനിക്കാതെ മറ്റു വഴികളാണ് അന്വേഷിക്കുന്നത്, അല്ലെ? അവജാനന്തി മാമൂഢ, അങ്ങനെ വിഡ്ഢികളായിട്ടുള്ള ആളുകള്, മായ കൊണ്ട് ബുദ്ധി നഷ്ടപ്പെട്ട ആളുകള് ഭഗവാനെ അവഗണിച്ചുകൊണ്ട് മറ്റു വഴികളിലേക്ക് പോകും. അവർക്കൊരിക്കലും ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കുകയില്ല എന്ന് പറയും. അപ്രാപ്യമാം നിവൃത്തന്തേ മൃത്യു സംസാര വർമ്മനി, അവർ വീണ്ടും വീണ്ടും ജനന മരണ ചക്രത്തിലേക്ക് വീണു പോവുകയാണ് ചെയ്യുന്നത് എന്ന് പറയും. അപ്പോൾ അങ്ങനെ ഒരു ദുരിതത്തിൽ നിന്നും അവരെ കരകയറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഭഗവാൻ ഈ ഒരു നിർദ്ദേശം കൊടുത്തിട്ടുള്ളത്. ആർക്ക് വേണമെങ്കിലും ഭഗവാനെ ശരണം പ്രാപിക്കാം. എത്ര വലിയ പാപം ചെയ്തിട്ടുള്ള ആളുകൾക്കും ഭഗവാനെ ശരണം പ്രാപിക്കാം.
അതിന് യാതൊരു തടസ്സവുമില്ല. ഭഗവാൻ പറയുന്നില്ല ഏറ്റവും ശുദ്ധനായിട്ടുള്ള വ്യക്തികൾക്ക് മാത്രമേ എന്നെ ശരണം പ്രാപിക്കാൻ സാധിക്കുള്ളൂ എന്ന് ഭഗവാൻ പറയുന്നില്ല. അഭിചേത് സുദുരാചാരോ ഭജതേ മാം അനന്യഭാഗ് സാധുരേവ സമന്തവ്യ സമ്യക് വ്യവസിതോ. വലിയ ദുരാചാരിയാണെങ്കിൽ പോലും ഭഗവാനെ ഭജിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ, ഭഗവാനെ ശരണം പ്രാപിക്കുകയാണെങ്കിൽ ആ വ്യക്തിയെ സാധുവായിട്ട് തന്നെ ഭഗവാൻ കണക്കാക്കും, ഭക്തനായിട്ട് തന്നെ കണക്കാക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും ഭഗവാന്റെ ശരണം സ്വീകരിച്ച് ഭഗവാന്റെ ഭക്തിമാർഗത്തിൽ വന്ന് പുണ്യാത്മാക്കളായിട്ട് മാറാൻ സാധിക്കും. അവർക്ക് ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകാനും യാതൊരു തടസ്സവുമില്ല. അപ്പോൾ ഈ ഒരു ഭക്തിമാർഗം എല്ലാവർക്കും ഓപ്പൺ ആണ്, എല്ലാവർക്കും തുറന്നു കിടക്കുന്നതാണ്. എല്ലാവർക്കും അതിന്റെ പ്രയോജനം സ്വീകരിക്കാം, എല്ലാവരും അത് സ്വീകരിക്കും എന്നാണ് ഭഗവാൻ വിചാരിക്കുന്നത്. പക്ഷെ ജീവാത്മാക്കൾ, ചില ജീവാത്മാക്കൾ, വാശിക്കാരായിട്ടുള്ള ജീവാത്മാക്കൾ, അവരൊരിക്കലും ഭഗവാനെ ശരണം പ്രാപിക്കാതെ ഈ ലോകത്ത് തന്നെ, ഈ ഇരുട്ട് നിറഞ്ഞ ലോകത്തിൽ തന്നെ ഭഗവാനെ മറന്നുകൊണ്ട് ജീവിക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്. അവരങ്ങനെ വട്ടം കറങ്ങിക്കൊണ്ടേയിരിക്കും. പക്ഷെ ഭഗവാന്റെ ഭക്തന്മാർ എപ്പോഴും ഭഗവാനെ ശരണം പ്രാപിക്കും. അർജുനൻ ചെയ്തതുപോലെ കരിഷ്യ വചനം തപ, അങ്ങ് എന്താണോ പറഞ്ഞത് ഞാൻ അതുപോലെ തന്നെ പ്രവർത്തിക്കാം. കാരണം അങ്ങ് പരമപുരുഷനായിട്ടുള്ള ഭഗവാനാണ്. അങ്ങയുടെ നിർദ്ദേശം അനുസരിക്കുക മാത്രമാണ് ഞങ്ങളുടെ ധർമ്മം എന്ന് മനസ്സിലാക്കി ഭക്തന്മാര് പ്രവർത്തിക്കുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ഈ സംവാദം മുഴുവൻ ആര് കേട്ടിട്ടുണ്ടായിരുന്നു? സഞ്ജയൻ ധൃതരാഷ്ട്രരുടെ കൊട്ടാരത്തിൽ ഹസ്തിനപുരത്തിൽ ഇരുന്നുകൊണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു. ആ കേട്ട സമയത്ത് വലിയ അത്ഭുതകരമായിട്ടുള്ള സംഭാഷണമായിരുന്നു എന്നാണ് സഞ്ജയൻ പറഞ്ഞത്. വലിയ അത്ഭുതകരമായിട്ടുള്ള സംഭാഷണം. സാധാരണ രണ്ട് വ്യക്തികൾ തമ്മിൽ നടക്കുന്ന ഒരു വർത്തമാനമല്ല. ഇത്യഹം വാസുദേവസ്യ പാർത്ഥസ്യ ച മഹാത്മന സംവാദം ഇമം അശ്രോഷ്മം അത്ഭുതം രോമഹർഷണം. ഭഗവാൻ, പരമപുരുഷനായിട്ടുള്ള ഭഗവാൻ തന്റെ ഭക്തനോട് സംവദിക്കുന്നു നേരിട്ട്. അത് കേൾക്കാനുള്ള അനുഗ്രഹം എനിക്ക് ഉണ്ടായി. എങ്ങനെ ഉണ്ടായി? വ്യാസപ്രസാദാത് ശ്രുതവാനേ ഏതത് ഗുഹ്യമഹം പരം യോഗം യോഗേശ്വരാത് കൃഷ്ണ സാക്ഷാത് കഥയത സ്വയം. വ്യാസപ്രസാദം കൊണ്ടാണ് എനിക്കതിനുള്ള ഭാഗ്യമുണ്ടായത്. അപ്പോൾ ഗുരുവിന്റെ അനുഗ്രഹത്തിലൂടെ മാത്രമേ നമുക്ക് ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുകയുള്ളൂ, ഭഗവാനിൽ നിന്നുള്ള രഹസ്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യം സഞ്ജയൻ സൂചിപ്പിക്കുന്നുണ്ട്. ഗുഹ്യമഹം പരം, ഇത് ഏറ്റവും രഹസ്യമാണ് എന്നും പറയുന്നുണ്ട്. ഭഗവാനും അർജുനനും തമ്മിൽ നടന്നിട്ടുള്ള ആ സംഭാഷണം ഏറ്റവും രഹസ്യമായിരുന്നു. യോഗം യോഗേശ്വരാത് കൃഷ്ണ സാക്ഷാത് കഥയതസ്വ. നേരിട്ട് ഭഗവാൻ പറയുന്നത് കേൾക്കാനുള്ള അവസരം സഞ്ജയനുണ്ടായി. അങ്ങനെ എല്ലാവർക്കും അവസരം ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ സഞ്ജയന് വ്യാസദേവന്റെ അനുഗ്രഹം കൊണ്ട് അത് കേൾക്കാനുള്ള അവസരം ഉണ്ടായി. യുദ്ധഭൂമിയിൽ ഇരുന്നവർ പോലും നേരിട്ട് ഭഗവാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നില്ല. അല്ലെ, യുദ്ധഭൂമിയിൽ വലിയ ബഹളം, ശബ്ദമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഭഗവാനും അർജുനനും തമ്മിൽ എന്തൊക്കെയാണ് സംസാരിച്ചത്? അവരൊരു അരമണിക്കൂർ 3/4 മണിക്കൂർ എന്തൊക്കെയോ സംസാരിച്ചു എന്ന് മാത്രമാണ് ബാക്കിയുള്ളവർക്ക് മനസ്സിലായത്. പക്ഷെ യുദ്ധഭൂമിയിൽ അല്ലാതിരുന്നിട്ട് പോലും സഞ്ജയന് വ്യാസദേവന്റെ അനുഗ്രഹം കൊണ്ട് ഈ സംഭാഷണം നേരിട്ട് കേൾക്കാനുള്ള അവസരമുണ്ടായി എന്നാണ് ഇവിടെ പറയുന്നത്. അത് വലിയ ഭാഗ്യമാണ് എന്ന് സഞ്ജയൻ ഇവിടെ ഓർക്കുന്നുണ്ട്. രാജൻ സംസ്മൃത്യ സംവാദം ഇമം അദ്ഭുതം കേശവാർജനയോ പുണ്യം ദൃശ്യാമിച്ച മുഹുർമുഹു. 76ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. വീണ്ടും വീണ്ടും ഞാൻ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. അതെനിക്ക് മറക്കാൻ സാധിക്കുന്നില്ല. അത് വലിയൊരു അനുഭൂതിയായിരുന്നു, വലിയൊരു ആത്മീയമായിട്ടുള്ള അനുഭൂതിയാണ്. രണ്ടുപേർ തമ്മിൽ സംസാരിക്കുന്നത് പോലെയല്ല, അത് വലിയൊരു അനുഭൂതി എനിക്ക് നൽകി. മാത്രമല്ല ഭഗവാന്റെ രൂപം കാണാൻ സാധിച്ചു, വിശ്വരൂപ ദർശനം ഉണ്ടായി. അത് സഞ്ജയനും ഉണ്ടായി എന്ന് അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ 2 ശ്ലോകങ്ങൾ വായിക്കാം. സഞ്ജയന്റെ അനുഭവം, ഭഗവത്ഗീത കേട്ടപ്പോൾ സഞ്ജയനുണ്ടായിട്ടുള്ള അനുഭവമാണ് ഇവിടെ പറയുന്നത്. യഥാർത്ഥ ഗുരുപരമ്പരയിലൂടെ കേൾക്കുന്ന സമയത്ത് നമ്മൾക്കും നല്ലൊരു അനുഭൂതി ഉണ്ടാകും. വീണ്ടും വീണ്ടും ഭഗവത്ഗീത കേൾക്കണം എന്നുള്ളൊരു താല്പര്യമുണ്ടാകും.
ആ ഭഗവത്ഗീത വീണ്ടും വീണ്ടും ഓർക്കാൻ നമ്മൾ ശ്രമിക്കും എന്നാണ് പറയുന്നത്. യഥാർത്ഥ ഗുരുപരമ്പരയിലൂടെ കേൾക്കുന്ന സമയത്ത് ഭഗവത്ഗീത നമ്മൾക്ക് സന്തോഷം നൽകുന്നതാണ്. യഥാർത്ഥ ഗുരുപരമ്പരയിലൂടെ അല്ലെങ്കിൽ അത് വലിയ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു സങ്കീർണമായിട്ടുള്ള എന്തോ കാര്യമായിട്ട് നമ്മൾക്ക് തോന്നും. ഒരിക്കലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത എന്തോ ആണ് ഭഗവാൻ പറയുന്നത്. ഇത് വലിയൊരു തത്വമാണ് എന്നൊക്കെ അവർ പറയും. അതെ, അതൊക്കെ വലിയ ഉന്നത നിലവാരത്തിൽ എത്തിയവർക്ക് മാത്രമേ മനസ്സിലാകുകയുള്ളൂ എന്നാണ് അവർ പറയുക. പക്ഷെ ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നത് ഇതെല്ലാവർക്കും മനസ്സിലാകും. സ്ത്രീയോ വൈശ്യോ തഥാ ശൂദ്ര ABC പാവയോനെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും ഇത് മനസ്സിലാകും. ബ്രാഹ്മണന്മാർക്കും ക്ഷത്രിയന്മാർക്കും എല്ലാവർക്കും മനസ്സിലാകും. അതുകൊണ്ട് ഭഗവത്ഗീത ഭഗവാനോട് ഭക്തിയുള്ള എല്ലാവർക്കും മനസ്സിലാവും. ഭക്തി മാത്രമാണ് അതിനുള്ള ഒരു ക്വാളിഫിക്കേഷൻ. ഭക്ത്യാമാം അഭിജാനാൻ. നമ്മൾ വലിയ സംസ്കൃത പണ്ഡിതന്മാരാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മൾ വലിയ ഡിഗ്രി എടുത്തവരാകണമെന്ന് നിർബന്ധമില്ല. ആർക്ക് വേണമെങ്കിലും ഭഗവത്ഗീത മനസ്സിലാവും. എങ്ങനെയാണെങ്കിൽ ഭഗവാനോട് ഭക്തിയുണ്ടെങ്കിൽ. ഭക്ത്യാമാം അഭിജാനാൻ യാവാൻ യശ്ചാസ്മി തത്വത തഥോ മാം തത്വതോ ജ്ഞാത്വാ വിശദേ തത് അനന്തരം. ആർക്കാണോ ഭഗവാനോട് ഭക്തിയുള്ളത് അവർക്ക് ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാനും സാധിക്കും, ഭഗവാനോട് അടുക്കാനും സാധിക്കും, ഭഗവാന്റെ അടുത്തേക്ക് പോകാനും സാധിക്കും, ഭഗവാനോടൊപ്പം ജീവിക്കാനും സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഭഗവത്ഗീത മനസ്സിലാക്കുക എന്നുള്ളത് വലിയ കടിച്ചാൽ പൊട്ടാത്ത ഒരു കാര്യമല്ല. കൃത്യമായിട്ടുള്ള ഗുരുപരമ്പരയിലൂടെ ഭക്തിപൂർവം വിനയപൂർവം നമ്മൾ കേട്ട് അത് അംഗീകരിക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഭഗവത്ഗീത ലളിതമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. സഞ്ജയനും അത് ആ ഗുരുപരമ്പരയിലൂടെ, വ്യാസദേവന്റെ ഗുരുപരമ്പരയിലൂടെ സഞ്ജയനും ഭഗവത്ഗീത കേട്ടപ്പോൾ വലിയ അനുഭവം ഉണ്ടായി. അദ്ദേഹത്തിന് വലിയ അനുഭൂതി ഉണ്ടായി. രോമഹർഷണം എന്നാണ് അദ്ദേഹം പറയുന്നത്. രോമാഞ്ചം ഉണ്ടായി എന്നാണ് പറയുന്നത്. അല്ലെ, പരമപുരുഷനായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണൻ മുന്നിൽ നിന്ന് സംസാരിക്കുകയാണ്, അർജുനോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് വലിയ അത്ഭുതകരമായിട്ട് സഞ്ജയന് അനുഭവപ്പെട്ടു എന്നാണ് പറയുന്നത്. 76, 77 ശ്ലോകങ്ങളിൽ സഞ്ജയനുണ്ടായിട്ടുള്ള അനുഭവങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഈ 2 ശ്ലോകം വായിക്കാം. രാജൻ സംസ്മൃത്യ സംവാദം ഇമമദ്ഭുതം കേശവാർജുനയോ പുണ്യം ദൃശ്യാമി ച മുഹുർമുഹു തച്ച സംസ്മൃത്യ രൂപമത്യത്ഭുതം ഹരേ വിസ്മയോ മേ മഹാൻ രാജൻ ദൃശ്യാമി ച പുനഃ പുനഃ. അതിന്റെ വിവർത്തനം ഭാവാർത്ഥം വായിച്ചോളൂ. 76, 77 ശ്ലോകങ്ങൾ. അതിനുശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഹരേ കൃഷ്ണ പ്രഭു. സിനിമ വായിച്ചോ. രാജൻ സംസ്മൃത്യ സംവാദമിമമദ്ഭുതം കേശവാർജുനയോ പുണ്യം ദൃശ്യാമി ച മുഹുർമുഹു. കൃഷ്ണാർജുനന്മാരുടെ അത്ഭുതകരമായ ഈ പുണ്യ സംവാദം വീണ്ടും വീണ്ടും ഓർത്തോർത്ത് ഞാൻ അനുനിമിഷം ആനന്ദപുളകിതനാകുന്നു രാജാവേ. ഭാവാർത്ഥം എന്ന വിവർത്തനം വഴി ശ്രീലപ്രഭു. ഈ കൃഷ്ണാർജുന സംവാദം ശ്രദ്ധിച്ചു കേൾക്കുന്നവർ പുണ്യവാന്മാരാകും. അയാൾക്ക് അത് ഒരിക്കലും മറക്കാനാകില്ല. അത്രയും ആധ്യാത്മികമാണ് ഗീതാജ്ഞാനം. ആധ്യാത്മിക ജീവിതത്തിന്റെ അതീന്ദ്രിയ അവസ്ഥയാണിത്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ശരിയായ സ്രോതസ്സിൽ നിന്ന്, ശ്രീകൃഷ്ണ ഭഗവാനിൽ നിന്ന് ഗീതോപദേശം സിദ്ധിച്ചവന് പൂർണ്ണമായ കൃഷ്ണാവബോധം ഉദിക്കും. തൽഫലമായി അയാൾക്ക് ജ്ഞാനം വർദ്ധിച്ചു വരും. നൈമിഷികമായല്ല, നിരന്തരമായി തന്നെ ജീവിതാനന്ദം അനുഭവപ്പെടുകയും ചെയ്യും. ഹേ കൃഷ്ണ. തച്ച സംസ്മൃത്യ രൂപമത്യമത്ഭുതം ഹരേ വിസ്മയോ മേ മഹാൻ രാജൻ ഹൃഷ്യാമി ച പുനഃ പുനഃ. അല്ലയോ രാജാവേ, കൃഷ്ണന്റെ അത്ഭുതാവഹമായ ആ രൂപം ഓർക്കും തോറും എനിക്ക് വിസ്മയം വർദ്ധിക്കുന്നു, വീണ്ടും വീണ്ടും സന്തോഷമുണ്ടാകുന്നു. അർജുനൻ ദർശിച്ച വിശ്വരൂപം വ്യാസന്റെ പ്രസാദത്തിൽ സഞ്ജയനും പ്രത്യക്ഷമായിരുന്നു എന്നിവിടെ വ്യക്തമാണ്. കൃഷ്ണൻ ഈ രൂപം മുമ്പൊരിക്കലും പ്രദർശിപ്പിച്ചിട്ടില്ലെന്ന് പറയുന്നുണ്ട്. അർജുനന് വേണ്ടി മാത്രം കാണിച്ചതാണെങ്കിലും കൃഷ്ണന്റെ വിശ്വരൂപം അതേസമയം മറ്റു ചില ഭക്തജനങ്ങൾക്കും കാണാൻ സാധിച്ചിരുന്നു. അവരിൽ ഒരാളാണ് വ്യാസൻ. മഹാഭക്തനായ അദ്ദേഹം
കൃഷ്ണന്റെ മറ്റൊരു ശക്തിമത്തായ അവതാരവുമാണ്. സഞ്ജയൻ കണ്ടതും വീണ്ടും വീണ്ടും ഓർമ്മിച്ച് ആനന്ദം കൊള്ളുന്നതുമായ വിശ്വരൂപം തനിക്കും ദൃശ്യമായിരുന്നുവെന്ന് തന്റെ ശിഷ്യനെ വ്യാസൻ അറിയിക്കുകയുണ്ടായി. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു ശ്രീമതി. ഹരേ കൃഷ്ണ. അപ്പോൾ സഞ്ജയൻ തനിക്കുണ്ടായ ആ അനുഭവം പറയുകയാണ്. ഭഗവത്ഗീത കേട്ടിട്ടുള്ള അനുഭവം എന്താണ് പറയുന്നത്? രാജൻ സംസ്മൃത്യ സംവാദം ഇമമദ്ഭുതം കേശവാർജുനയോ പുണ്യം പൃഷ്യാമി ച മുഹുർഭു. സഞ്ജയന് ഒരിക്കലും അത് മറക്കാൻ സാധിക്കുന്നില്ല. ആ രൂപം തന്നെയാണ് സഞ്ജയൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. പേരിൽ ഇരുന്നു കൊണ്ട് ഭഗവാൻ അർജുനനെ ഉപദേശിക്കുന്നു, അല്ലേ? ഭഗവാന്റെ ആ ഉപദേശം മുതൽ അശോച്യാൻ അന്നശോചസ്തം പ്രജ്ഞാവാദാംശ ഭാഷസേ ഗതാസൂൻ അഗതാസൂൻ നാനുശോചന്തി പണ്ഡിത എന്ന് പറഞ്ഞിട്ടുള്ള ആ ഭഗവാന്റെ ഉപദേശം മുഴുവൻ വീണ്ടും വീണ്ടും സഞ്ജയൻ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം പ്രജ വരെയുള്ള ആ ഉപദേശം വീണ്ടും വീണ്ടും സഞ്ജയൻ ഓർത്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. സംസ്മൃത്യ സംവാദം ഇമം അദ്ഭുതം കേശവാർജുനയോ പുണ്യം പൃഷ്യാമിച്ച മുഹുർമു. ആരൊക്കെയാണോ ഈ ഭഗവത്ഗീത ശ്രദ്ധയോടുകൂടി കേൾക്കുന്നത് അവർക്ക് വീണ്ടും വീണ്ടും ഭഗവാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഓർമ്മിക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ഭഗവാൻ പല പല കാര്യങ്ങളും പറഞ്ഞു. അല്ലെ, ചില ആളുകൾക്ക് ഭഗവത്ഗീതയിലെ ചില ശ്ലോകങ്ങളൊക്കെ പെട്ടെന്ന് ഓർമ്മയുണ്ടാവും, അല്ലെ? ചില ആളുകൾ അത് പാടിക്കൊണ്ട് നടത്തുന്നത് കാണാം. ചില ആളുകൾ പറയും സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം പ്രജ. ചില ആളുകൾ പറയും പരിത്രാണായ സാധുന വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ചില ആൾക്കാർ ധ്യായതോ വിഷയാത്മ സംഘസ്തേഷു ഉപചായരെ. ഓരോരുത്തർക്കും ഓരോ ശ്ലോകങ്ങൾ അങ്ങനെ ഓർമ്മ ഉണ്ടാകും. അത് അവരങ്ങനെ ഓർമ്മിച്ചുകൊണ്ടേയിരിക്കും, വീണ്ടും വീണ്ടും ഓർമ്മിക്കും. അങ്ങനെ ഓർമ്മിക്കും തോറും എന്ത് സംഭവിക്കുമെന്നാണ് പറയുന്നത്. ഇവിടെ ശ്രീല പ്രഭാത് പറയുന്നുണ്ട്, അങ്ങനെ ഭഗവാന്റെ ഈ ഭഗവത്ഗീത വീണ്ടും വീണ്ടും ഓർക്കും തോറും അവർക്ക് ജ്ഞാനം വർദ്ധിച്ചു വരുമെന്ന് പറയുന്നു. കാരണം എന്താണ്? ഇതെല്ലാം ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനമാണ്. ഭഗവത്ഗീതയിൽ ഉള്ള ഉപദേശം മുഴുവൻ ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനമാണ്. അത് ഓർക്കും തോറും നമുക്ക് ഭഗവാനെ കുറിച്ചുള്ള ചിന്ത വരും, ഭഗവാനെ കുറിച്ച് ജ്ഞാനം വർദ്ധിച്ചു വരും എന്നാണ് പറയുന്നത്. എങ്ങനെയാണത് സംഭവിക്കുന്നത്? അത് ഭാഗവതത്തിൽ പറയുന്നുണ്ട്. ശൃണ്വതാം സുഗതാം കൃഷ്ണ പുണ്യശ്രവണ കീർത്തന ഹൃദയന്തസ്തോഹി അഭദ്രാണി വിധുനോതി സുഹൃത്സുധാ. അതാണ് അതിന്റെ രഹസ്യം. എന്താണ് രഹസ്യം? ശൃണ്വതാം സുഗതാം കൃഷ്ണ. ആരൊക്കെയാണോ ഭഗവാനെ കുറിച്ച് കേൾക്കുന്നത്, ഭഗവാനെ കുറിച്ച് കേൾക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ഭഗവത്ഗീത കേൾക്കുക, അല്ലെങ്കിൽ ഭാഗവതം കേൾക്കുക. ഇങ്ങനെ ഭഗവാനെ കുറിച്ച് കേൾക്കാൻ തുടങ്ങുന്ന സമയത്ത് ഹൃദയത്തിലിരിക്കുന്ന ഭഗവാൻ, നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ പരമാത്മ രൂപത്തിൽ ഭഗവാൻ ഇരിക്കുന്നുണ്ട്. ആ ഭഗവാൻ കൂടുതൽ ആക്റ്റീവ് ആകും എന്നാണ് പറയുന്നത്. ഭഗവാനും ഉണർന്നെഴുന്നേൽക്കും. ഇദ്ദേഹം എന്നെ കുറിച്ച് കേൾക്കാൻ തുടങ്ങി. എത്രയോ ജന്മമായി ഇദ്ദേഹം മറ്റു പല വിഷയങ്ങളാണ് കേട്ടിരുന്നത്, അല്ലെ? ധനത്തിനെ കുറിച്ചും അല്ലെങ്കിൽ ഗ്രാമ്യകഥ, ചുറ്റുപാടും എന്താണ് സംഭവിക്കുന്നത്, അവൻ എന്താണ് ചെയ്തത്, ഇവൻ എന്താണ് ചെയ്തത് എന്നുള്ള കഥകളൊക്കെയാണ് കേട്ടിരുന്നത്, അവർ സംസാരിച്ചിരുന്നത്. പക്ഷെ ഇപ്പോൾ എത്രയോ ജന്മങ്ങൾക്ക് ശേഷം ഇദ്ദേഹം എന്നെ കുറിച്ച് കേൾക്കാൻ തുടങ്ങിയിരിക്കും. ഞാനിവിടെ തൊട്ടടുത്തിരിക്കുന്നുണ്ട്. എത്രയോ ജന്മമായിട്ട് ഭഗവാൻ ആ ജീവന്റെ തൊട്ടടുത്ത് തന്നെ ഇരിക്കുന്നു, അല്ലെ? ദൂരസ്ഥം ചാന്തികം. ദൂരസ്ഥം, ഏറ്റവും ദൂരത്താണെങ്കിലും ഭഗവാൻ അന്തികം തൊട്ടടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട് ഓരോ ജീവാത്മാവിന്റെയും. അപ്പൊ തൊട്ടടുത്തിരിക്കുന്ന ഭഗവാനെ കുറിച്ച് ഇതുവരെ ആ ജീവൻ ശ്രദ്ധിച്ചിരുന്നില്ല. മറ്റെന്തൊക്കെയോ കാര്യങ്ങളാണ് ആ ജീവൻ സംസാരിച്ചു കൊണ്ടിരുന്നത് അല്ലെങ്കിൽ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നത്. ഇപ്പോൾ എന്ത് ചെയ്യുന്നു? ആ തൊട്ടടുത്തിരിക്കുന്ന ഭഗവാനെ കുറിച്ച് കേൾക്കാൻ തുടങ്ങിയിരിക്കുന്നു, ഭഗവത്ഗീത കേൾക്കാൻ തുടങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ ഭാഗവതം കേൾക്കാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഭഗവാനും കൂടുതൽ ഉത്സാഹമാവും. ഇദ്ദേഹം എന്നെ കുറിച്ച് കേൾക്കാൻ തുടങ്ങി, എന്നിലേക്ക് ശ്രദ്ധ തിരിഞ്ഞു തുടങ്ങി. അപ്പോൾ ഇദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊടുക്കണം. ഭക്തിയിൽ കൂടുതൽ ഉയരാൻ ആവശ്യമായിട്ടുള്ള ജ്ഞാനമൊക്കെ ഞാൻ ഇദ്ദേഹത്തിന് നൽകണം എന്ന് പറഞ്ഞ് ഭഗവാന്റെ സന്തോഷം കൊണ്ട്, ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ആ ഭക്തന്റെ ഹൃദയത്തിലുള്ള അജ്ഞാനം മുഴുവൻ
ഇല്ലാതാക്കുമെന്നാണ് പറയുന്നത്. ഹൃദയന്തസ്തോ ഹി അഭദ്രാണി വിധുനോതി സുഹൃത്സത. ഭഗവാൻ പെട്ടെന്ന് തന്നെ വലിയ സന്തോഷത്തോടെ കൂടി ഒരു സുഹൃത്തിന്റെ ഭാവത്തിൽ എന്ത് ചെയ്യും? ഹൃദയന്തസ്തോ ഹി അഭദ്രാണി, ഹൃദയത്തിലിരിക്കുന്ന ഒരുപാട് അഭദ്രങ്ങൾ, വെറുപ്പ്, വിദ്വേഷം, കാമം, ക്രോധം തുടങ്ങിയിട്ടുള്ള ഒരുപാട് അഭദ്രങ്ങൾ, ഇതൊക്കെ ജീവാത്മാവിന് ദുരിതങ്ങൾ നൽകുന്നതാണ്, ദുഃഖങ്ങൾ നൽകുന്നതാണ്. അതെല്ലാം കഴുകിക്കളയും എന്നാണ് പറയുന്നത്. വിധുനോതി, നമ്മൾ അലക്കുന്നതിനാണ് വിധുനോതി എന്ന് പറയുന്നത്. തുണിയിലൊക്കെ കറ പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സോപ്പിലിട്ട് വെച്ച് അത് അലക്കിക്കളയും. അതേപോലെ ഭഗവാൻ എന്ത് ചെയ്യും? ആ ഭഗവാനെ കുറിച്ച് കേൾക്കാൻ തുടങ്ങിയ ഭക്തന്റെ ഹൃദയത്തിലെ എല്ലാ അഴുക്കുകളും ഒരു സുഹൃത്തായി ഇരുന്നു കൊണ്ട്, സുഹൃത്ത് ഭാവത്തിൽ ഇരുന്നു കൊണ്ട് ഭഗവാൻ തന്നെ ആ അഴുക്കുകളെ മുഴുവൻ ഇല്ലാതാക്കും. അതെങ്ങനെയാണ് ഇല്ലാതാക്കുന്നത്? ജ്ഞാനദീപേന ഭാസ്വത എന്ന് ഭഗവാൻ പറയുന്നത്. തേഷാം ഏവാനുകമ്പാർത്ഥം അഹം അജ്ഞാനജം തമ നാശയാമി ആത്മഭാവസ്ഥോ ജ്ഞാനദീപേന ഭാസ്വത. എന്നെ കുറിച്ച് കേൾക്കാൻ ആരംഭിച്ചിട്ടുള്ള ഭക്തനോടുള്ള കാരുണ്യം കൊണ്ട്, തേഷാം ഏവ അനുകമ്പാർത്ഥം, ആ ഭക്തനോടുള്ള അനുകമ്പ കൊണ്ട് ഭഗവാൻ എന്ത് ചെയ്യും? അദ്ദേഹത്തിന്റെ ഹൃദയത്തിലുള്ള ഇരുട്ടിനെ മുഴുവൻ ജ്ഞാനം കൊണ്ട്, ഭഗവാനെ കുറിച്ചുള്ള അറിവ് കൊണ്ട്, ജ്ഞാനദീപേന ഭാസ്വത, ജ്ഞാനത്തിന്റെ ദീപം കൊണ്ട് പ്രകാശിതമാണ്. അപ്പോൾ ആ ഭക്തന്റെ എല്ലാവിധ സംശയങ്ങളും ഇല്ലാതാകും. ഭഗവാനെ കുറിച്ചുള്ള ബന്ധം വീണ്ടും ഓർമ്മ വരും. അപ്പോൾ എന്നെ സംരക്ഷിക്കാൻ ഭഗവാനുണ്ട്, എനിക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്നുള്ള കാര്യം ആ ഭക്തൻ ഓർമ്മ വരും. അർജുനൻ പറഞ്ഞതുപോലെ ആ ഭക്തനും പറയാൻ സാധിക്കും, അല്ലെ? നഷ്ടോ മോഹ സ്മൃതിർലബ്ധ പ്രസാദാത്മയാച്യുത. എന്റെ എല്ലാവിധ സംശയങ്ങളും മാറി, എനിക്കിപ്പോൾ യാതൊരു സംശയവുമില്ല. നഷ്ടോ മോഹ, എന്റെ തെറ്റിദ്ധാരണകളൊക്കെ മാറി. ഞാൻ പ്രവർത്തിക്കുന്നത് എനിക്ക് സുഖിക്കാൻ വേണ്ടിയല്ല, അങ്ങയുടെ സന്തോഷത്തിന് വേണ്ടിയാണ് ഞാൻ പ്രവർത്തിക്കേണ്ടത്. സ്മൃതിർലബ്ധ, ഞാനും അങ്ങയുമായിട്ട് വലിയ ബന്ധമുണ്ട്. ഓരോ ജീവനും ഭഗവാനും തമ്മിൽ വലിയ ബന്ധമുണ്ട്, അല്ലെ? ആ ബന്ധം എനിക്ക് ഓർമ്മ വന്നു. എത്രയോ ജന്മമായിട്ട് അത് മറന്നുപോയിരിക്കുകയാണ്. ഞാൻ മറ്റു പല ബന്ധങ്ങളുമാണ് എൻ്റെ യഥാർത്ഥ ബന്ധം എന്നാണ് വിചാരിച്ചിരുന്നത്, അല്ലെ? കുടുംബാംഗങ്ങളോടുള്ള ബന്ധം, ബന്ധുക്കളോടുള്ള ബന്ധം, അയൽക്കാരോടുള്ള ബന്ധം, സുഹൃത്തുക്കളോടുള്ള ബന്ധം, സമൂഹത്തിനോടുള്ള ബന്ധം, രാജ്യത്തിനോടുള്ള ബന്ധം, വീട്ടിലെ വളർത്തുമൃഗങ്ങളോടുള്ള ബന്ധം, ഇതൊക്കെയാണ് ബന്ധം എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ ഇപ്പോൾ ആ മോഹം, തെറ്റിദ്ധാരണയൊക്കെ മാറി. ഭഗവാനോടുള്ള ബന്ധമാണ് ശാശ്വതമായിട്ടുള്ള ബന്ധം എന്ന് എനിക്ക് സ്മൃതി ലബ്ധ, എന്റെ ഓർമ്മ, യഥാർത്ഥ ഓർമ്മ, ആത്മീയമായിട്ടുള്ള ഓർമ്മ തിരിച്ചു കിട്ടി. സ്മൃതി ലബ്ധ തത് പ്രസാദ, അങ്ങയുടെ പ്രസാദം കൊണ്ട് എനിക്ക് തിരിച്ചു കിട്ടി. അങ്ങനെ ഓർമ്മ വന്നു കഴിഞ്ഞാൽ ആ ജ്ഞാനത്തിൽ നമ്മൾക്ക് സമാധാനമായിട്ട് ഇരിക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്, അല്ലെ? ആ ജ്ഞാനത്തിൽ നമ്മൾ ഒരിക്കലും നശിക്കുന്നില്ല. നമ്മളെ സംരക്ഷിക്കാൻ ഭഗവാനുണ്ട്. ഭഗവാന്റെ ഭക്തി ചെയ്തുകൊണ്ട് തിരിച്ചു പോയി കഴിഞ്ഞാൽ ഭഗവാന്റെ അടുത്തേക്ക് എത്താം എന്നുള്ള ആ വിശ്വാസം വർദ്ധിക്കും. അത് സത്യമാണെന്ന് മനസ്സിലാകും, അത് അനുഭവത്തിലൂടെ ബോധ്യപ്പെടും. അങ്ങനെ നമ്മൾക്ക് സമാധാനമായിട്ട്, സന്തോഷമായിട്ട് ഒരു ഭക്തന് ഇരിക്കാൻ സാധിക്കും. ഭഗവാനെ കുറിച്ച് കൂടുതൽ കൂടുതൽ അറിയും തോറും ആ ഭക്തന്റെ ആനന്ദം വർദ്ധിച്ചുകൊണ്ടിരിക്കും എന്നാണ് പറയുന്നത്. അങ്ങനെ ഭഗവത്ഗീതയെ കുറിച്ച് കൂടുതൽ കൂടുതൽ ചിന്തിക്കുന്നതോറും തന്റെ ആനന്ദം വർദ്ധിച്ചു വന്നു എന്നാണ് ഇവിടെ സഞ്ജയനും പറയുന്നത്. കേശവാർജുനയോ പുണ്യം ഹൃഷ്യാമിച്ച മുഹുർമുഹു. ആ കേശവനും അർജുനനും തമ്മിലുള്ള ആ സംവാദം അതെന്താണ്? പുണ്യമാണ് എന്നാണ് പറയുന്നത്. അത് പുണ്യം, പുണ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ശുദ്ധീകരിക്കുന്നത് എന്നാണ്. അത് വെറുതെ കേട്ടാൽ മതി, ഭഗവത്ഗീത ശ്ലോകങ്ങൾ ശ്രദ്ധാപൂർവം കേട്ടാൽ മതി, അല്ലെങ്കിൽ ഭഗവത്ഗീത ഭക്തന്മാരിൽ നിന്നും ശ്രദ്ധയോടുകൂടി കേട്ടാൽ മാത്രം മതി. അത് പുണ്യമാണ്, അത് നമ്മളെ ശുദ്ധീകരിക്കുന്നതാണ്, ഹൃദയത്തിൽ പരിവർത്തനം ഉണ്ടാക്കുന്നതാണ്, ഹൃദയത്തെ ശുദ്ധീകരിക്കുന്നതാണ്, ഭഗവാനോട് കൂടുതൽ കൂടുതൽ വിശ്വാസം ഉണ്ടാക്കുന്നതാണ്, ഭഗവാനിൽ ഭക്തി ഉണ്ടാക്കുന്നതാണ്. അതാണ് പുണ്യം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഭഗവത്ഗീത സംവാദം പുണ്യമാണ്, നമ്മളെ ശുദ്ധീകരിക്കുന്നതാണ്. പവിത്രം എന്ന് പറയുന്നത്, അല്ലെ? പവിത്രം ഇതമുത്തമം, ഇത് പവിത്രമാണ്, ശുദ്ധീകരിക്കുന്നതാണ്, ഉത്തമമാണ്. ഈ ഭൗതിക ലോകത്തിലെ ഒരു സംഭാഷണമല്ല ഇത്. ഭൗതിക ലോകത്തിലുള്ള രണ്ടുപേർ ചേരുമ്പോൾ ഉണ്ടാകുന്ന സംഭാഷണമല്ല, ഇത് പൂർണ്ണമായിട്ടും ആത്മീയമായിട്ടുള്ള സംഭാഷണമാണ്, നമ്മളുമായിട്ട് ബന്ധപ്പെട്ട സംഭാഷണമാണ്. ഇത് കേൾക്കും തോറും ആനന്ദമുണ്ടായി വരും എന്നാണ് പറയുന്നത്.
അപ്പോൾ ആ സഞ്ജയനം ആ ഒരു അനുഭവം ഉണ്ടായി. ജീവിതത്തിൽ ആനന്ദം ഇത് ഓർക്കുന്തോറും വീണ്ടും വീണ്ടും ഓർക്കുന്തോറും രാജൻ സംസ്മൃത്യ എത്രത്തോളം ഭഗവത്ഗീത ശ്ലോകങ്ങൾ ഓർക്കുന്നോ അത്രത്തോളം ആനന്ദം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഭഗവാന്റെ ഉറപ്പുകൾ, ഭഗവാന്റെ വാക്കുകൾ, ഭഗവാൻ പറയുന്നു നമേ ഭക്ത പ്രണശ്യതി, എന്റെ ഭക്തൻ ഒരിക്കലും തോറ്റുപോകുന്നില്ല. ഭഗവാന്റെ ഭക്തി ചെയ്യുന്നവരെ ഞാൻ തിരിച്ച് എന്റെ നാമത്തിലേക്ക് കൊണ്ടുപോകും. ഇങ്ങനെയൊക്കെ പ്രതിജ്ഞകൾ ഭഗവാൻ ഈ ഭഗവത്ഗീതയിൽ ചെയ്യുന്നുണ്ട്. അതൊക്കെ കേൾക്കുന്ന സമയത്ത് ഭക്തന്മാർക്ക് വലിയ സന്തോഷം ഉണ്ടാവും. അല്ല, അവര് ഇത് ഏറ്റവും വിശ്വാസത്തോടു കൂടിയിട്ടാണ് സ്വീകരിക്കുന്നത്. അവർക്ക് ഭഗവാന്റെ വാക്കുകളിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് അവർ സന്തോഷത്തോടു കൂടി വീണ്ടും വീണ്ടും ഈ ശ്ലോകങ്ങൾ ഭഗവത്ഗീത സംവാദം കേശവാർജുനയോ പുണ്യം സംവാദം ഇമം അത്ഭുതം, അത് വീണ്ടും വീണ്ടും ഓർത്തുകൊണ്ടിരിക്കും. ഓർക്കും തോറും ആനന്ദം വർദ്ധിക്കും എന്നാണ് പറയുന്നത്. അത് സഞ്ജയൻ അനുഭവപ്പെട്ടുകൊണ്ടിരുന്നു എന്നാണ് സഞ്ജയൻ ആരോട് പറയുന്നത്. സഞ്ജയൻ തന്റെ അനുഭവം ആരോട് ഷെയർ ചെയ്യുകയാണ്? ധൃതരാഷ്ട്രനോട് ഷെയർ ചെയ്യും. ധൃതരാഷ്ട്രൻ ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുക. വീണ്ടും ധൃതരാഷ്ട്രനോട് സഞ്ജയൻ പറയുന്നു 77ാമത്തെ ശ്ലോകത്തിൽ, തച്ഛ സംസ്മൃത്യ രൂപം അത്യദ്ഭുതം ഹരേ വിസ്മയോ മേ മഹാൻ രാജൻ ഹൃഷ്യാമി ച പുനഃ പുനഃ. സഞ്ജയന് ആ സംഭാഷണം മാത്രമല്ല കേൾക്കാൻ സാധിച്ചത്, ഭഗവാന്റെ രൂപങ്ങളും സഞ്ജയന് ഹസ്തിനപുരത്തിൽ നിന്ന് കാണാനുള്ള അവസരം ഉണ്ടായിരുന്നു. കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട് അല്ലെ. റേഡിയോയിലാണെങ്കിൽ കേൾക്കാൻ മാത്രമേ സാധിക്കൂ, ടിവിയിലാണെങ്കിൽ കാണുകയും കേൾക്കുകയും ചെയ്യാം അല്ലെ. അതേപോലെ രണ്ടിനും സാധിച്ചു. കാണാനും സാധിച്ചു, ഭഗവാന്റെ രൂപം കാണാനും സാധിച്ചു, ഭഗവാന്റെ സംഭാഷണം കേൾക്കാനും സാധിച്ചു. ഭഗവാന്റെ 3 തരത്തിലുള്ള രൂപം ഭഗവാൻ ഈ യുദ്ധഭൂമിയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഭഗവാന്റെ 3 തരത്തിലുള്ള രൂപം ഈ ഭഗവത്ഗീത സംവാദത്തിനിടയിൽ ഭഗവാൻ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ 3 രൂപങ്ങളും സഞ്ജയന് കൊട്ടാരത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ കാണാൻ സാധിച്ചു അല്ലെ. ഏതൊക്കെയായിരുന്നു 3 രൂപങ്ങൾ? വിശ്വരൂപം, ചതുർഭുജ രൂപം, ശ്യാമസുന്ദര രൂപം. ഭഗവാന്റെ വിശ്വരൂപം അല്ലെ. അനേക വക്രനയനം, അനേകാത്ഭുത ദർശനം. വലിയ ഒരുപാട് കണ്ണുകളും ഒരുപാട് തലകളും ഒരുപാട് വായകളും ഒരുപാട് വയറുകളും ഒക്കെയുള്ള അനന്തമായിട്ടുള്ള ആ രൂപം, പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ പ്രപഞ്ചത്തിനെ മുഴുവൻ ഉൾക്കൊള്ളുന്ന അനാദി മധ്യാന്തം അനന്തവീര്യം, ആ ആദ്യം അന്തവുമില്ലാത്ത ആ രൂപം, വിശ്വരൂപം കാണാൻ സാധിച്ചു അല്ലെ. വിശ്വരൂപം കാണിച്ചു കൊടുത്തു. പിന്നീട് അർജുനൻ ആ വിശ്വരൂപത്തിൽ അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം പറഞ്ഞു, ഇത് കാണുമ്പോൾ എനിക്ക് സ്വസ്ഥത ലഭിക്കുന്നില്ല, എനിക്ക് ഒരിക്കലും സന്തോഷം ലഭിക്കുന്നില്ല. അതുകൊണ്ട് അങ്ങയുടെ മനോഹരമായിട്ടുള്ള രൂപമാണ് എനിക്ക് കാണേണ്ടത്. ചതുർഭുജ നാരായണ രൂപം കാണിച്ചു തരും എന്ന് പറഞ്ഞ സമയത്ത് കിരീടിനം ഗതിനം ചക്രിണം ച, കിരീടവും ശംഖചക്ര ഗതാപത്മങ്ങളും കൈകളിൽ ചതുർഭുജങ്ങളിൽ ഏന്തിയിട്ടുള്ള ആ ചതുർഭുജ നാരായണ രൂപം, ഐശ്വര്യ സമ്പൂർണമായിട്ടുള്ള രൂപം ഭഗവാൻ ശ്രീകൃഷ്ണൻ കാണിച്ചു കൊടുത്തു. അതിനുശേഷം ഭഗവാൻ സ്വന്തം രൂപം, സ്വകം രൂപം, സൗമ്യവപും, ഏറ്റവും സുന്ദരമായിട്ടുള്ള ത്രിഭുജങ്ങളോട് കൂടിയിട്ടുള്ള 2 കൈകളോട് കൂടിയിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണന്റെ രൂപം കാണിച്ചു കൊടുത്തു. അതിലേറ്റവും രഹസ്യമായിട്ടുള്ള രൂപം ശ്രീകൃഷ്ണൻ രൂപമാണ് എന്ന് ഭഗവാൻ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. ദേവ അപ്യസ്യ രൂപസ്യ നിത്യം ദർശനകാംക്ഷിണ. ദേവന്മാരൊക്കെ ഈ രൂപത്തിനെ, നീ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ അർജുനന്റെ കൂടെ നിൽക്കുന്ന ശ്രീകൃഷ്ണ രൂപത്തിനെ കാണാൻ കാത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് പല ദേവന്മാരും ഭഗവാനെ അവരുടെ ലോകങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചത്. വരുണദേവൻ വരുണ ലോകത്തിലേക്കും ഇന്ദ്രൻ ഇന്ദ്രലോകത്തിലേക്കും അതേപോലെ വിഷ്ണു ഭഗവാൻ വൈകുണ്ഠ ലോകത്തിലേക്കും ഭഗവാനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ കാണാൻ കാത്തിരുന്ന ദേവാപ്യസ്യ രൂപസ്യ നിത്യം ദർശന കാംക്ഷിണ,
അവരൊക്കെ ഒരുപാട് യുഗങ്ങളായിട്ട് ഭഗവാന്റെ ഈ ഒരു രൂപത്തിനെ കാണാൻ കാത്തിരിക്കുകയാണ്. കാരണം എന്താണ്? ഒരുപാട് യുഗങ്ങൾ ചേരുന്ന സമയത്ത് മാത്രമേ ഭഗവാൻ ശ്രീകൃഷ്ണൻ സ്വയം അവതരിക്കുന്നുള്ളൂ. ബാക്കി സമയത്തൊക്കെ ഭഗവാന്റെ വ്യത്യസ്ത വിസ്തരണങ്ങളോ അംശങ്ങളോ കലകളോ ഒക്കെയാണ് അവതരിക്കുന്നത്. ഭാഗവതത്തിൽ ഇത് എടുത്തു പറയുന്നുണ്ട്. ഒന്നാമത്തെ സ്കന്ധത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ 28-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ബാക്കിയുള്ള സമയത്തൊക്കെ ഭഗവാൻ നേരിട്ട് അവതരിക്കുന്നില്ല. ഏതേച്ച അംശകല പുംസ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം ഇന്ദ്രാരി വ്യാകുലം ലോകം ഹൃദയന്തി യുഗേ യുഗേ. മറ്റു യുഗങ്ങളിലൊക്കെ ആരാണ് അവതരിക്കുന്നത്? ഏതേച്ച അംശകല പുംസ. ഒന്നുകിൽ ഭഗവാന്റെ വ്യത്യസ്തമായിട്ടുള്ള അംശങ്ങളായിരിക്കും, അംശാവതാരങ്ങൾ അല്ലെ. മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം തുടങ്ങിയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള അവതാരങ്ങൾ. രാമാതിമൂർത്തിഷു കലാനിയമേന തിഷ്ഠ നാനാവതാരമകരോ ഭുവനേഷു ഹിന്ദു. ഒരുപാട് ഭഗവാന്റെ കലാവതാരങ്ങൾ. കല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിസ്തരണം ആയിട്ടുള്ള അവതാരങ്ങൾ. ഇവരൊക്കെയാണ് ധർമ്മം സ്ഥാപിക്കുന്നതിന് വേണ്ടി യുഗം തോറും അവതരിക്കുന്നത്. ഇപ്പോൾ എന്ത് സംഭവിച്ചു? നേരിട്ട് ഭഗവാൻ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം ഭഗവാൻ ശ്രീകൃഷ്ണൻ അവതരിച്ചു. അത് എപ്പോഴാണ് സംഭവിക്കുന്നത്? ഒരുപാട് യുഗങ്ങൾ കഴിയുന്ന സമയത്താണ്. ബ്രഹ്മാവിന്റെ പകലിൽ ഒരു പ്രാവശ്യം മാത്രമാണ് അത് സംഭവിക്കുന്നത്. യുഗ വിപര്യ. ആ സമയത്ത് യുഗം തിരിഞ്ഞു മറിഞ്ഞു വരും അല്ലെ. സാധാരണഗതിയിൽ യുഗം വരേണ്ടത് എങ്ങനെയാണ്? ആദ്യം കൃതയുഗം, പിന്നീട് ദ്വാപരയുഗം, പിന്നെ ത്രേതായുഗം, പിന്നെ കലിയുഗം. അങ്ങനെയാണ് വരേണ്ടത്. ദ്വാപരം കഴിഞ്ഞിട്ടാണ് ത്രേതായുഗം. ദ്വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തേത്, ത്രേത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമത്തേത്, നാലാമത്തേതാണ് കലിയുഗം. അങ്ങനെയാണ് വരേണ്ടത്. പക്ഷെ ഏതൊരു സമയത്താണോ ഈ യുഗവിപര്യം നടക്കുന്നത്, യുഗം തിരിഞ്ഞു വരുന്നത്, ആ സമയത്ത് ഭഗവാൻ അവതരിക്കും. ഭഗവാൻ സ്വയം ഭഗവാൻ ഇവിടെ അവതരിക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം ഒരു അവതാരമല്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടി വ്യാസദേവൻ എടുത്തു പറയുന്നുണ്ട്. ഇത് അവതാരമല്ല, കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. എല്ലാ അവതാരങ്ങളും എവിടെ നിന്നാണോ പിറവിയെടുക്കുന്നത്, എല്ലാ അവതാരങ്ങളുടെയും ഉറവിടം ആരാണോ, ആ ഭഗവാൻ സ്വയമാണ് ഇവിടെ വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. ചില ഭഗവാന്റെ ഏറ്റവും അടുത്ത ഭക്തന്മാർക്ക് മാത്രമാണ് ഈ രഹസ്യം അറിയുന്നത്. ഭീഷ്മദേവരെ പോലെയുള്ള മഹാജനങ്ങൾക്ക്, വിതുരനെ പോലെയുള്ള ഭക്തന്മാർക്ക്, പാണ്ഡവർക്ക് ഒക്കെ ഇതറിയാം. പാണ്ഡവര് ചില സമയത്ത് മറന്നുപോകും. അപ്പോൾ ഭീഷ്മദേവൻ ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾ സജീവനായിട്ടോ, നിങ്ങൾ മന്ത്രിയായിട്ടോ, ദൂതനായിട്ടോ, അല്ലെങ്കിൽ കളിക്കൂട്ടുകാരനായിട്ടോ, ബന്ധുവായിട്ടോ, അമ്മാവന്റെ മകനായിട്ടോ ഒക്കെ കണക്കാക്കുന്ന ഇദ്ദേഹം വേദങ്ങളിൽ ഏറ്റവും രഹസ്യമായിട്ട് പറഞ്ഞിട്ടുള്ള ആ പരമപുരുഷനായിട്ടുള്ള ഭഗവാൻ തന്നെയാണ് എന്ന് ഭീഷ്മദേവൻ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ആ പരമപുരുഷനായിട്ടുള്ള ഭഗവാനിൽ നിന്ന് നേരിട്ട് ഭഗവത്ഗീത കേൾക്കുന്നതിനും ഭഗവാന്റെ വ്യത്യസ്തമായിട്ടുള്ള രൂപങ്ങൾ കാണുന്നതിനും സഞ്ജയന് സാധിച്ചു. ആ രൂപങ്ങളെക്കുറിച്ചും സഞ്ജയൻ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. തച്ച സംസ്മൃത്യ രൂപം അത്യത്ഭുതം ഹരേ. വിശ്വരൂപം കാണിച്ച സമയത്ത് ഭഗവാന്റെ രൂപങ്ങൾ മാറി മാറി വന്നിട്ടുണ്ടായിരുന്നു. ഒരേ രൂപമല്ല ഭഗവാൻ പ്രദർശിപ്പിച്ചത്. ഭഗവാന്റെ വ്യത്യസ്തമായിട്ടുള്ള രൂപങ്ങൾ, അനേക വക്രനയനം, ആ മുഖങ്ങളൊക്കെ മാറി മാറി വന്നു. പല പല രൂപങ്ങൾ ഭഗവാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ആ രൂപങ്ങളൊക്കെ നേരിട്ട് കാണാൻ സഞ്ജയനും സാധിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ വിശ്വരൂപം അർജുനൻ മാത്രമല്ല കണ്ടിരുന്നത്. ആർക്കൊക്കെയാണോ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായിരുന്നത്, അങ്ങനെയുള്ള ഭക്തന്മാർക്കും വിശ്വരൂപം, അർജുനൻ കണ്ട വിശ്വരൂപം കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ആ അത്ഭുതകരമായിട്ടുള്ള രൂപങ്ങളെ സഞ്ജയൻ വീണ്ടും വീണ്ടും ഓർക്കുകയാണ്. സംസ്മൃത്യ രൂപം അത്യത്ഭുതം ഹരേ വിസ്മയോമേ മഹാൻ രാജൻ പശ്യാമിച്ച പുനഃ. അത് ഓർക്കും തോറും എനിക്ക് ആനന്ദം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് പറയും. അപ്പോൾ ഭഗവത്ഗീതയിൽ ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എന്താണ്? വലിയ സന്തോഷം നൽകേണ്ടതാണ്. ഇത് വലിയ കടുകട്ടി കാര്യമല്ല. നമ്മൾ എന്തോ സംസ്കൃതം പഠിച്ച് കാണാപ്പാഠം പഠിക്കേണ്ട കാര്യമല്ല. ഭഗവാൻ അനുഗ്രഹം കൊണ്ട് അങ്ങനെ നമ്മൾ സന്തോഷപൂർവ്വം ഓർക്കേണ്ടതാണ്. അപ്പോൾ ആ ഒരു അനുഗ്രഹം സഞ്ജയന് പൂർണ്ണമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ആനന്ദത്തോടുകൂടി, സന്തോഷത്തോടുകൂടി ആ ഭഗവത്ഗീതയും ഭഗവാന്റെ രൂപങ്ങളും ഓർക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നാണ് പറയുന്നത്.
ഇനി അവസാനമായിട്ട് അദ്ദേഹം ധൃതരാഷ്ട്രനോട് ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്. ധൃതരാഷ്ട്രന്റെ ചോദ്യം എന്തായിരുന്നു? ആദ്യത്തെ ചോദ്യം ആരംഭിക്കുന്നത് ധൃതരാഷ്ട്രന്റെ സഞ്ജയനോടുള്ള ചോദ്യത്തോടു കൂടിയാണ്. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുത്സവ മാമക പാണ്ഡവാശ്ചൈവ കിം അകുർവത സഞ്ജയ. എന്റെ പുത്രന്മാരും പാണ്ഡുപുത്രന്മാരും എന്താണ് അവിടെ ചെയ്തത് എന്ന് ചോദിച്ചതിന്റെ ഉദ്ദേശം, ആരാണ് ജയിക്കാൻ പോകുന്നത്, ആരാണ് ജയിച്ചത്, എന്താണ് അവിടെ നടന്നത് എന്നാണ് ധൃതരാഷ്ട്രൻ ചോദിക്കുന്നത്. ആരാണ് ജയിക്കാൻ സാധ്യതയുള്ളത് എന്നാണ് ധൃതരാഷ്ട്രൻ അറിയേണ്ടത്. ആരാണ് ജയിക്കാൻ പോകുന്നത് എന്ന് സഞ്ജയൻ വളരെ വ്യക്തമായിട്ട് അടുത്ത ശ്ലോകത്തിൽ ധൃതരാഷ്ട്രർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ദിവസം നോക്കാം. സമയം കൂടുതലായിട്ടുണ്ട്, നമുക്ക് നാമം ജപിക്കാം. അപ്പോൾ വായിച്ച ഭാഗത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യാം. സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ശ്ലോകം വായിക്കാം.